ഹൈ ഫ്രണ്ട്സ്, യു ആർ വാച്ചിങ് റീമേക്കേഴ്സ് സിമ്പിൾ. അപ്പോൾ കൂട്ടുകാരെ, ഞാൻ എന്തുമായിട്ട് വന്നേക്കുന്നത് അറിയണ്ടേ? നമ്മളിന്ന് സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കാൻ പോകുക. അതിന്റെ പേര് എന്താണെന്ന് വെച്ചാൽ സോപ്പ് വേം എന്നാണ് അതിന്റെ പേര്. അപ്പോൾ സംഭവം എന്താണെന്നൊക്കെ നിങ്ങൾ വഴിയെ കണ്ടറിയാം. അപ്പം ഇന്നെന്തായാലും ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുള്ള പോലെ നമ്മളൊരു ബെസ്റ്റ് കമന്റ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കമന്റ് ചെയ്തേക്കുന്ന ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ യെസ് ഡയറീസ് എന്ന് പറയുന്ന ഒരു ചാനലാണ് തോന്നുന്നത്. അപ്പം ഞാൻ കണ്ട കമന്റ് ഈ സൈഡിൽ കൊടുത്തേക്കാം. കമന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്ത് പറയണമെന്ന് അറിയില്ല, എന്ത് പറയാതിരിക്കണമെന്നും അറിയില്ല, അതുകൊണ്ട് പറയുക എൻ്റെ ഫേവറേറ്റ് യൂട്യൂബർ നീയാണ് മുത്തേ. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ മൈ ഫേവറേറ്റ് യൂട്യൂബർ. അപ്പം ഈ കമൻറ്റ് സെലക്ട് ചെയ്യാനുള്ള കാരണം ഞങ്ങളെ പുകഴ്ത്തുന്നതുകൊണ്ടല്ല, ഈ കമൻറ്റിന് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഹ്യൂമറായിട്ടുള്ള ഒരു കമൻറ്റ് ചെയ്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ചിരി വരും ഈ കമൻറ്റ് വായിച്ചു നോക്കുമ്പോഴേ. അതിന് പറ്റിയ ഇമോജിയൊക്കെ ഉപയോഗിച്ചാണ് ഈ കമൻറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ എന്തായാലും ഇനി അടുത്ത വീഡിയോയിൽ അടുത്ത ഒരു കിടിലൻ കമൻറ്റ് നമ്മൾ പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ നേരെ ആ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാൻ മറക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്തേക്കണം. പിന്നെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യാനായിട്ട് എന്തൊക്കെ ആവശ്യമുള്ളത് നോക്കാം. അപ്പം നമ്മൾ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ബോട്ടിൽ തന്നെ വേണമെന്നില്ല, നിങ്ങൾക്കൊരു വലിയ ഗ്ലാസ് ഒക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ നമ്മൾ എടുത്തേക്കുന്ന ഒരു നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ഒരു സാധനം തന്നെ, അതായത് നമ്മുടെ പൊട്ടാസ്യം പെർമാഗ്നേറ്റ് നമ്മൾ 2 പാക്കറ്റ് മേടിച്ചിട്ടുണ്ട്. അപ്പം ഇതിന് ഏകദേശം 20 രൂപ വിലയുള്ളൂ ഈ ഒരു ചെറിയ പാക്കറ്റിന്. ഇതിനകത്ത് ഇത് കാണപ്പെടുന്നത് ചെറിയ പൊടിയായിട്ട്, അതാണ്ട് 25 രൂപ വിലയുണ്ട്. അപ്പം ഇത് നമുക്കെല്ലാം മെഡിക്കൽ സ്റ്റോറുകളിലും മേടിക്കാൻ കിട്ടും. പിന്നെ അടുത്തായിട്ട് നമുക്കൊരു ഡിഷ് വാഷ് വേണം. അപ്പോൾ ഡിഷ് വാഷ് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഷാമ്പുവോ അല്ലെങ്കിൽ ലിക്വിഡ് സോപ്പ് ഏതായാലും ഉപയോഗിക്കാം. പിന്നെ നമ്മൾ കണ്ട ഫുഡ് കളർ എടുത്തിട്ടുണ്ട്, അത് ചെറിയൊരു നിറം വരാൻ വേണ്ടി മാത്രം എടുത്തേക്കുന്നതാണ്. പിന്നെ അടുത്തായിട്ട് നമുക്ക് ആവശ്യമുള്ളത് വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളം, നമ്മുടെ സാധാരണ വെള്ളം ഇതിനകത്തൊന്നും ആഡ് ചെയ്തിട്ടില്ല. പിന്നെ നമുക്ക് അവസാനം വേണ്ടത് നമ്മുടെ ഹൈഡ്രജൻ പെറോക്സൈഡ്. ഇത് നമ്മൾ മുറിവിലൊക്കെ ഒഴിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ സോപ്പ് വേം എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ആദ്യമായിട്ട് നമ്മൾ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഗ്ലാസിൻ്റെ സൈസ് അനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം കൂട്ടാം. അപ്പോൾ ഞാൻ ആ വെള്ളം ഇതിനകത്തോട്ട് പതുക്കെ ഒഴിച്ചു കൊടുക്കുക. അപ്പം ഞാൻ ഫുൾ ഗ്ലാസ് ഒഴിക്കുന്നില്ല, എൻ്റെ പകുതി ഗ്ലാസ് ഒഴിക്കുന്നുള്ളൂ. അപ്പോൾ ഫുൾ ഒഴിക്കണ്ട. എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ ഡിഷ് വാഷ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഡിഷ് വാഷ് അധികം വേണ്ട, ഡിഷ് വാഷ് കുറച്ച് മതി. നമ്മൾ ഡിഷ് വാഷ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ മെയിൻ സാധനം, അതായത് പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഒരു ചെറിയ പൊടി രൂപത്തിലാണ്. അപ്പോൾ അതെന്തായാലും നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം, ഇത് കയ്യിലെങ്ങാനും വീണ് കഴിഞ്ഞാൽ ചൊറിച്ചിലൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് അധികം വേണ്ട, ഇതും കുറച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ മാക്സിമം ഗ്ലൗസ് ഒക്കെ ഉപയോഗിക്കാൻ നോക്കുക. നമ്മൾ നമ്മുടെ കറക്റ്റ് അളവിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു സ്പൂണെങ്ങാനും യൂസ് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കുന്ന അളവിന് കിട്ടും. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫുഡ് കളർ ഉണ്ടല്ലോ, ഫുഡ് കളർ. നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ഫുഡ് കളർ ഇട്ട് കൊടുക്കുക. ഓൾറെഡി ഇതിനൊരു നീല കളർ ഉണ്ട്, നമുക്ക് ഇച്ചിരി ഒന്ന് ഡാർക്ക് ആക്കി കിട്ടാനായിട്ട് ഇച്ചിരി ഫുഡ് കളർ ഇട്ട് കൊടുക്കുക. ഫുഡ് കളർ അധികം ഇട്ട് കൊടുത്താൽ ഇതിൻ്റെ നീല കളർ അങ്ങ് പോകും. ഞാനിപ്പോൾ കുറച്ചിട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പം മതി. നമുക്കിനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഈ ബോട്ടിൽ വെച്ച് തന്നെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പോൾ ഇതിനകത്ത് റിയാക്ഷൻ ഒന്നും നടക്കത്തില്ല. നമ്മുടെ ഹൈഡ്രജൻ പെറോക്സൈഡ് ഒഴിച്ചു കൊടുക്കുമ്പോഴേ ഇതിനകത്ത് റിയാക്ഷൻ നടക്കുന്നത്. അപ്പോൾ നല്ല മിക്സായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത് നമുക്ക് ഇതിനകത്തോട്ട് ലാസ്റ്റായിട്ട് നമ്മുടെ ഹൈഡ്രജൻ പെറോക്സൈഡ് ഒഴിച്ചു കൊടുക്കാം. അപ്പോഴാണ് ഇതിൻ്റെ ഒറിജിനൽ റിയാക്ഷൻ ഉണ്ടാകാൻ പോകുന്നത്. നമുക്ക് എന്തായാലും ഹൈഡ്രജൻ പെറോക്സൈഡ് ഒഴിച്ചു കൊടുക്കാം. കൂട്ടുകാരെ, അപ്പം ഞങ്ങൾ ആദ്യം ചെയ്തപ്പം വിചാരിച്ചത്ര ഒരു എഫക്റ്റ് വന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ടാമത് തവണ ചെയ്ത് നോക്കാം. അത് ഒരു സാറ്റിസ്ഫിക്കേഷൻ വന്നില്ലെങ്കിൽ നമുക്ക് മൂന്നാമതും ചെയ്ത് നോക്കാം. മൂന്നാമതുകൊണ്ട് നിർത്താൻ കേട്ടോ, അല്ലെങ്കിൽ ഇനി നീണ്ടു പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും രണ്ടാമത്തെ അറ്റംപ്റ്റ് കണ്ടിട്ട് വരാം.
അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ 3 അറ്റംപ്റ്റും നമ്മൾ വിചാരിച്ച പോലെ തന്നെ എല്ലാം വിചാരമായിട്ട് വന്നിട്ടുണ്ട്. എന്നാലും നമ്മൾ അത്രയ്ക്ക് വലുതായിട്ട് പൊങ്ങിയില്ല. നമുക്ക് ഇനിയുള്ള എക്സ്പീരിയൻറ്റുകൾ കുറച്ചുകൂടെ ഹൈ ലെവലായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇതെന്തായാലും ഞാൻ തോറ്റെന്നല്ല പറയുന്നത്, നമ്മൾ അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് മാക്സിമം നിങ്ങൾ വലിയവരുണ്ടാക്കാൻ നോക്കിയാൽ നിങ്ങളെ അനിയന്മാരെ ഒന്നും അടുപ്പിക്കാതിരിക്കുക. കാരണം അവരിതിനകത്ത് തൊടാനായിട്ട് സാധ്യതയുണ്ട്, അവരുടെ സ്കിന്നിന് ഇൻഫെക്ഷനൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ അവരെയൊക്കെ ഒഴിച്ച് നിർത്തിയിട്ട് വേണം ചെയ്ത് നോക്കാനായിട്ട്. അപ്പോൾ ഇത് ഈ സാധനങ്ങളിലെ മെഡിക്കൽ സ്റ്റോറിൽ മേടിക്കാൻ കിട്ടും. എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാനായിട്ട് ഇത് ഓൺലൈനിൽ നിന്ന് മേടിക്കുന്ന സാധനമില്ല, എല്ലാ മെഡിക്കൽ സ്റ്റോറിലും അവൈലബിൾ ആയിട്ടുള്ളതാണ്. നിങ്ങൾ ചെയ്ത് നോക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ മേടിച്ച് ചെയ്ത് നോക്കിയാൽ മതി. പിന്നെ നിങ്ങളാരും ഷെയർ ചെയ്തില്ല കേട്ടോ, അപ്പോൾ നിങ്ങൾ മാക്സിമം കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുത്തു, അവർ ഇതേപോലത്തെ എക്സ്പീരിയൻസ് ഒക്കെ കാണട്ടെ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അടുത്തൊരു കിട്ടുന്ന വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ഡ്രീം മേക്കേഴ്സിൽ നിന്നും അഖിൽ സൈനിങ് ഓഫ്.